ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ദൈവത്തിന് എത്ര നാമങ്ങളുണ്ട് എന്നൊരു ചോദ്യം. ശിഷ്യൻ ഉത്തരം പറയുന്നു, ദൈവത്തിന് 99 നാമങ്ങളാണ്. വീണ്ടും ചോദ്യം, 100ാമത്തെ നാമം എന്തായിരിക്കും? 100ാമത്തെ നാമം മൗനം എന്നുള്ളതാണ്. ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നാമവിശേഷണം മൗനിയാണ് ദൈവം എന്നാണ്. ഈ ചിന്ത നൽകപ്പെടുന്നത് സൂഫി സാഹിത്യത്തിൽ നിന്നാണ്. എൻ്റെ കൈവശം മൗനമൂറിക്കിടക്കുന്ന കനിവ് കിനിയുന്ന കുറേ സൂഫി കഥകളുടെ സമാഹാരം, 100 സൂഫി കഥകളും സൂക്തങ്ങളും എന്ന പുസ്തകം DC ബുക്സിൻ്റേത് EM ഹാഷിം സമാഹരിച്ച കഥകൾ. 99 കഥകളാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൽ നിറയുന്നത്. 100 കഥകളെന്ന് പറയുന്നു, 99 കഥകൾ. 100ാമത്തെ കഥ അത് മൗനമാണ്. ഈ വരികൾക്കിടയിലെ മൗനത്തിലൂടെ വേണം നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുക. കാരണം ഒച്ചയിലല്ല, നിശബ്ദതയിലാണ് പലപ്പോഴും ദൈവത്തെ കണ്ടെത്താനാവുക. സാധാരണ വഴികളിലല്ല, അസാധാരണ വഴികളിലാണ് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുക. അതുകൊണ്ട് സാധാരണത്വത്തിലെ അസാധാരണത്വത്തിലെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുക, ഈ സൂഫി വര്യന്മാരുടെ കൈപിടിച്ചുകൊണ്ട്. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാരസ്പര്യ ബന്ധമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ചെടികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിങ്ങളുമായി ഹൃദയബന്ധത്തിൽ ഏർപ്പെടുവാൻ കൊതിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ചവരായതുകൊണ്ട് ഈ പാരസ്പര്യ ബന്ധത്തിന് വേണ്ടിയുള്ള ക്ഷണം നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അതിനെ പ്രശ്നം. റാബിയ എന്ന പണ്ഡിതയെ, സൂഫി സന്യാസിനിയെ തേടി ഹസൻ എന്നൊരാളെത്തുന്നു. അദ്ദേഹവും സന്യാസി തന്നെയാണ്. ഒരു മലമുകളിൽ ആട്ടിൻകുട്ടികളോടൊപ്പം കഴിയുകയാണ് റാബിയ. രസകരമായ ഒരു അന്തരീക്ഷത്തിൽ കുടിൽ കെട്ടി ആടുകൾക്കൊപ്പം കഴിയുന്ന ഒരു വിശുദ്ധ വനിത. ഹസൻ ചെന്നപ്പോൾ ഈ ആടുകളെല്ലാം കുതറിയോടി. ഹസൻ അമ്പരന്ന് പോയി. ഇത്ര ഇണക്കത്തോടുകൂടി റാബിയൊക്കൊപ്പം കഴിയുന്ന കുഞ്ഞാടുകൾ എന്തേ ഇയാളെ കണ്ടപ്പോൾ ചിതറി ഓടിക്കളഞ്ഞു? എന്തേ ഓടിയത് എന്ന ചോദ്യം. റാബിയ മറുചോദ്യം ഹസനോട്, നിങ്ങൾ ഇന്ന് എന്താണ് കഴിച്ചത് ഇവിടെ വരുന്നതിന് മുമ്പ്? അയാൾ പറഞ്ഞു, ആട്ടിൻ മാംസവും അപ്പവും, അതാ കഴിച്ചത്. റാബിയ പറയുന്നു, വെറുതെ അല്ല ആട്ടിൻകുട്ടികളൊക്കെ ഓടിപ്പോയത്. ഘാതകനെ കാണുമ്പോൾ പാവപ്പെട്ട ആരും ഓടിപ്പോകുമല്ലോ. പ്രപഞ്ചവും നമ്മളും തമ്മിലൊരു പാരസ്പര്യമുണ്ടെന്ന് വിശുദ്ധർ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. വയനാട്ടിലെ വനാന്തരങ്ങളിലൂടെ അലയുമ്പോൾ ആദിവാസികളായ ചിലർ പറഞ്ഞു തന്ന ചില പാഠങ്ങളുണ്ട് എനിക്ക്. അവർ പറഞ്ഞു, ആരെങ്കിലും മൃഗങ്ങളെ വേട്ടയാടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാട്ടിലേക്ക് വരികയാണെങ്കിൽ മൃഗങ്ങൾക്ക് അവരുടെ ശരീരം പുറപ്പെടുവിക്കുന്ന പ്രത്യേക തരം ചില ദുർഗന്ധങ്ങളിലൂടെ ഈ അക്രമികളെ തിരിച്ചറിയാനാവും. പിന്നെ വിവേകമുള്ള മൃഗങ്ങളൊക്കെ തന്നെ കാടിൻ്റെ ഉൾഭാഗത്തേക്ക് പോയിക്കളയും. ശരീരത്തിന് ഒരു ഭാഷയുണ്ട്. ശരീരം സംസാരിക്കുന്നുണ്ട്. ഒരാളുടെ മനോഭാവം ശരീരത്തിൻ്റെ ഗന്ധങ്ങളിലൂടെ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം പ്രപഞ്ചവുമായിട്ട് നമുക്കൊക്കെ ഒരു പാരസ്പര്യ ബന്ധമുണ്ട്. ധ്യാനിക്കാവുന്ന ഒരു വിഷയമാണ്. എല്ലാത്തിലും ദൈവത്തെ കാണുന്ന വ്യക്തികൾ പ്രപഞ്ചവുമായി ഉൾച്ചേർന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സുന്ദരമായ എന്തൊക്കെയായി തീരുന്നുണ്ട്. അങ്ങനെ ആകുന്നതിനെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തിലും ദൈവത്തെ കണ്ടെത്തുക. ഇത് തന്നെയാണ് സൂഫി സന്യാസിമാർ പറഞ്ഞു തരുന്ന വിശുദ്ധിയുടെ മാർഗം. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുകയാണ്. അവരെ വനാന്തരത്തിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട്
ഒരാളും ഇതുവരെ കാണാത്ത ഒരു പൂവ് പറിച്ചുകൊണ്ട് വരിക, എങ്കിൽ നിങ്ങളെ ഉത്തമ ശിഷ്യരായി കാണാം. എല്ലാവരും ആരും ഇതുവരെ കാണാത്ത പൂവ് തിരഞ്ഞു പോയി ഏറെ അലഞ്ഞു. കാരണം എല്ലാവരും തന്നെ ചില വിശിഷ്ടമായ പൂക്കളുമായിട്ടെത്തി. ഒരുവൻ മാത്രം ഒഴിഞ്ഞ കൈയോടെ വന്നു. അവൻ്റെ കണ്ണിൽ വല്ലാത്ത തിളക്കമുണ്ട്. അവൻ്റെ മുഖത്ത് സൗമ്യമായൊരു ദീപ്തിയുടെ നാളം എരിയുന്നുണ്ട്. അവനോട് ഗുരു ചോദിക്കുന്നു, എന്തേ, നീയൊന്നും കണ്ടെത്തിയില്ലേ? അവൻ പറയുന്നു, ദൈവം കാണാത്ത ഏത് പൂവാണ് ഈ ലോകത്തുണ്ടാവുക? ഏത് പൂവിനെയും ദൈവത്തിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. ദൈവം കാണാത്തതായിട്ട് എന്താണുള്ളത്? എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. എല്ലാ കാഴ്ചകളിലും ദൈവമുണ്ട്. എല്ലാ കാഴ്ചകളെയും കാണുന്ന കണ്ണിൽ ദൈവമുണ്ട്. ദൈവം കാണാത്തതായിട്ട് എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ദൈവമേ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും താഴേക്കും മുകളിലേക്കും നോക്കിയാലും അങ്ങയെ മാത്രം ഞാൻ കാണുന്നു. ഞാനങ്ങ് അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു. നീ മാത്രം എന്നിൽ എന്ന് ആവിലായിൽ അമ്മ ത്രേസ്യ കർത്താവിനോട് പറഞ്ഞത്. ഇതൊരു മിസ്റ്റിക് ഭാവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിലും ഏതിലും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ചൈതന്യത്തെ കണ്ടെത്താനായിട്ട് സാധിക്കാറുണ്ടോ? അതിനുവേണ്ടി തുറന്ന കണ്ണുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ സ്വയം തിരഞ്ഞ് കണ്ടുപിടിക്കുക. സൂഫി സന്യാസികളുടെ വഴികളൊക്കെ നമുക്കൊരു പക്ഷെ മനസ്സിലാകാത്ത വഴികളാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചില നേരങ്ങളിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷെ പറയുന്നതൊക്കെ സത്യമാണ്. മുസ്തഫ മൂന്നാമൻ എന്ന തുർക്കി സുൽത്താൻ പ്രാബല്യത്തോടുകൂടി പ്രതാപവാനായി വാഴുന്നു. അഹങ്കാരം അങ്ങേറ്റം. മുഹമ്മദ് കാഞ്ചി എന്ന സൂഫി സന്യാസി, അയാളെ ഈ തുർക്കി സുൽത്താൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് വരുത്തുന്നു. വലിയ പ്രശസ്തനായ സൂഫി സന്യാസിയാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്കൊക്കെ ഒരു ഹോബിയുണ്ട്. മഹാന്മാരായി ഗണിക്കപ്പെടുന്ന ആളുകളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് വരുത്തി അവർ പറയുന്നത് എന്തെന്ന് കേൾക്കുന്നത് തന്നെ ഗർവിഷ്ഠരായിട്ടാണ് പലപ്പോഴും. ഇദ്ദേഹം അഹങ്കാരത്തോടു കൂടി തന്നെ ചോദിക്കുന്നു, ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായി ഒരു സുൽത്താന് വേണ്ടത് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂഫി സന്യാസിമാരുടെ ഉത്തരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അല്പം അസഭ്യം, സഭയ്ക്ക് യോജിക്കാത്തതായി മാറാം. ഇയാൾ പറഞ്ഞ മറുപടി, ഒരു സുൽത്താന് ജീവിതത്തിൽ മുഖ്യമായി വേണ്ടത് 3 കാര്യങ്ങളാണ്: ഭക്ഷണം, വെള്ളം, വിസർജനം. ഇതൊക്കെ കേട്ടതോടുകൂടി നമുക്ക് ഒരു അരോചകത്വം ഉണ്ടാകുന്നത് പോലെ രാജാവിന് അരോചകത്വം ഉണ്ടായി, ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഇത്രയും മ്ലേച്ഛമായ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയാൻ നിങ്ങളെങ്ങനെ ധൈര്യപ്പെടുന്നു? അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ താൻ ജയിലിലേക്ക് പോകേണ്ടി വരും. അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സന്യാസി പറഞ്ഞു, എങ്കിൽ താങ്കൾക്ക് ഭക്ഷിക്കാനും വെള്ളം കുടിക്കാനും വിസർജിക്കാനും സാധിക്കാതെ വരട്ടെ. അതൊരു ശാപം പോലെയാണ്. അന്നു മുതൽ ഇയാൾക്ക് പിന്നെ ശാരീരിക പ്രക്രിയകളൊന്നും നടക്കാത്ത അവസ്ഥ വന്നു. അതോടുകൂടി കടുത്ത രോഗിയായി മാറുകയാണ്. കടുത്ത രോഗം ഇയാളെ വിവശനാക്കുന്നു, മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അയാളപ്പോൾ താൻ ജയിലിലേക്ക് വിട്ട സന്യാസിയെ ഓർക്കുന്നു. സന്യാസിയെ വീണ്ടും മുന്നിൽ കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ അസുഖം മാറ്റിത്തരുമോ എന്ന് ചോദിക്കുന്നു. സന്യാസി പറഞ്ഞു, മാറ്റിത്തരാം, വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിത്തരാം. ഒന്ന് തൊട്ടതേയുള്ളൂ, ഇയാളുടെ അസുഖങ്ങളൊക്കെ മാറി. അയാൾക്ക് വെള്ളം കുടിക്കാനാവുന്നു, അയാൾക്ക് ഭക്ഷണം കഴിക്കാനാവുന്നു, അയാൾക്ക് വിസർജനത്തിന് വേണ്ടി പോകാൻ സാധിക്കുന്നു. അയാളുടെ അസുഖമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ സൂഫി പറഞ്ഞൊരു കാര്യമുണ്ട്, അതും സഭയ്ക്ക് യോജിക്കുന്നതായിരിക്കില്ല. സൂഫി ഇങ്ങനെയാണ് പറഞ്ഞത്, രാജാവേ, നിങ്ങളിപ്പോൾ നെഞ്ചോട് ചേർക്കുന്ന നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ കരുത്തും വില കൂടിയ ഈ കൊട്ടാരവുമൊക്കെ വെറും ഒരു വിസർജ്യത്തിൻ്റെ വില മാത്രമുള്ളതാണ്. നിങ്ങളുടെ അധികാരത്തിന് വല്ലാത്തൊരു ദുർഗന്ധമുണ്ട്, അത് തിരിച്ചറിയുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകളല്ല ജ്ഞാനികൾ കാണുന്ന കാഴ്ച. വില കൂടിയതായി നമ്മൾ കാണുന്നത് അവർക്ക് വിലകെട്ടതാണ്. സുഗന്ധ നിർഭരമായി നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത് അവർക്ക് ദുർഗന്ധം നൽകുന്നതാണ്. നമുക്ക് ഏറ്റവും അമൂല്യമായത് അവർക്ക് വെറും പാഴ്വസ്തുവാണ്. കേൾക്കുന്നവരെ, ജീവിതത്തിൽ
പലപ്പോഴും അപ്രധാന കാര്യങ്ങളെയാണ് പ്രാധാന്യത്തോടുകൂടി നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത്. ഇതിനെക്കുറിച്ചും ഇടയ്ക്കൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വേണ്ടാത്ത എത്രയെത്ര കാര്യങ്ങളാണ് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന നിലയിൽ നിങ്ങൾ ചുമന്നു നടക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ വിലയുള്ളതായി കാണുന്ന മിക്ക സാധനങ്ങൾക്കും എന്ത് വിലയാണുള്ളത്? അവയ്ക്കൊക്കെ വല്ലാത്തൊരു ദുർഗന്ധവുമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതല്ലേ? വീണ്ടും രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ ദൈവവുമായുള്ള ബന്ധത്തെ സന്യാസിമാർ തിരിച്ചറിയുന്നത് അടിമ ഉടമ ബന്ധം പോലെയാണ്. എന്നാൽ മനുഷ്യർക്ക് മുന്നിൽ ഒരു സന്യാസിയും അടിമത്തം പ്രഖ്യാപിക്കുകയുമില്ല. ഒരു രാജാവ് എല്ലാവരുടെയും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ രാജകീയ പ്രതാപങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഒരു സൂഫി സന്യാസി മാത്രം വഴിയോരത്ത് അങ്ങനെ അലക്ഷ്യനായി ഈ രാജാവിനെ കണ്ടതുപോലും ശ്രദ്ധിക്കാതെ അങ്ങ് നടക്കുകയാണ്. രാജാവ് ശ്രദ്ധിച്ചു ഇക്കാര്യം. എല്ലാവരും താണ് വണങ്ങി രാജാവിനെ പൂജിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇതൊന്നും കാണാത്ത മട്ടിൽ, ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാജാവ് അയാളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ രാജാവാണ്, എന്തുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നില്ല? ഉടൻ തന്നെ ഇയാൾ പറഞ്ഞു, എല്ലാവരും നമസ്കരിക്കുന്നത് സ്നേഹം കൊണ്ടാണ് തെറ്റിദ്ധരിച്ചോ? സ്നേഹം കൊണ്ടൊന്നല്ല അവർ താങ്കളെ നമസ്കരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം, താങ്കൾക്ക് അവരിൽ നിന്ന് എന്തൊക്കെയോ വേണം, അവർക്ക് താങ്കളിൽ നിന്ന് എന്തൊക്കെയോ വേണം. അതുകൊണ്ട് മാത്രമാണ് അവർ നമസ്കരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്കും നമസ്കരിച്ചുകൂടെ ബോധ്യത്തോടു കൂടി? അപ്പോൾ സൂഫി സന്യാസി പറയുന്നു, ഒരിക്കലും ഒരു അടിമയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കാറില്ല. രാജാവ് കോപം കൊണ്ട് പുളയുന്നു. പിന്നെ സ്വരമുയർത്തി ചോദിക്കുന്നു, അടിമയെന്ന് നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ എന്തിൻ്റെ അടിമയാണ്? ഞാൻ ഉടമയാണ്, രാജാവാണ്. സൂഫി സന്യാസി പറയുന്നു, നിങ്ങൾ ശരിക്കും അടിമ തന്നെയാണ്. സമ്പത്തിൻ്റെ അടിമ, പ്രതാപത്തിൻ്റെ അടിമ, സൽകീർത്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ അടിമ, അമിതമായ ആഹ്ലാദങ്ങളുടെ അടിമ, ഒരുപാട് കാര്യങ്ങളുടെ അടിമയാണ് നിങ്ങൾ. അടിമയായ നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും പലതിൻ്റെയും അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ നൊയമ്പുകാലം എന്നൊക്കെ പറയുന്നത് അടിമത്തത്തിൽ നിന്നും ഒന്ന് ഉണർന്നെഴുന്നേൽക്കുക എന്ന ആഹ്വാനം നൽകപ്പെടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ചിലതിനോടൊക്കെ നോ പറയാൻ സാധിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ഒന്നിനോടും നോ പറയാതെ ദൈവത്തോടും യെസ് പറയാനാവാതെ ജീവിക്കുന്നവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഇബ്രാഹിം അദ്ഹം എന്ന സൂഫി, അദ്ദേഹം അടിമച്ചന്തയിൽ ചെന്നപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു അടിമയെ കണ്ടു. അയാൾ വിലക്ക് വാങ്ങി. ഈ അടിമയോട് ഇയാൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ പേര്? അടിമ പറഞ്ഞു, താങ്കൾ എന്താണോ വിളിക്കുന്നത് അത്. എന്താണ് നിങ്ങൾ ഭക്ഷിക്കുക? താങ്കൾ തരുന്നത്. എന്താണ് നിങ്ങൾ ധരിക്കുക? താങ്കൾ ധരിപ്പിക്കുന്നത്. എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം? താങ്കൾ പറയുന്ന ഏത് ജോലിയും. എന്താണ് താങ്കൾക്കിഷ്ടം? ഒരു അടിമ എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇബ്രാഹിം സ്വരം താഴ്ത്തി പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്നും ഏറെ പഠിച്ചു. ഇത്രയും കാലം ദൈവാർപ്പണം നടത്തിയിട്ടും ശരിയായ വണ്ണം ഞാൻ ദൈവാർപ്പതിനല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾക്ക് നന്ദി. പിറ്റേന്ന് ആ അടിമ അപ്രത്യക്ഷനായി. ദൈവം അയച്ച ഏതോ ദൂതനായിരുന്നത്രേ അയാൾ, ജ്ഞാനവുമായി വന്ന ഏതൊരു കാവൽ മാലാഖ. ഒരു അടിമ സ്വന്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇത് ധ്യാന വിഷയമായി തീർന്നു ഈ സൂഫി സന്യാസിക്ക്. കേൾക്കുന്നവരെ, ഒരൊറ്റ കാര്യം, ശരിക്കും ദൈവത്തിന് സമർപ്പിതരാണ് നമ്മളെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളക്കാതിരിക്കുക. അളന്നാൽ എത്രക്ക് അളക്കാൻ പറ്റും? നിങ്ങൾ കൂട്ടിയാൽ എത്ര കൂട്ടാൻ പറ്റും? കണക്ക് കൂട്ടിയും കിഴിച്ചും കെണിച്ചും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ദൈവത്തിൽ സമർപ്പിക്കുക എന്നതിന് അർത്ഥം എന്താണ്? കണക്കുകൂട്ടലുകൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ജോലി ചെയ്യുക, എന്നിട്ട് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ മുഴുവൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തളിർത്ത് പൂത്തു നിൽക്കുന്ന ഒരു മരം പോലെ നമ്മൾ മാറും. അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് സദാസമയം ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന
ഏതോ ഒരു ഉണക്കം മരമായിട്ട് തീരും. ഏത് വേണമെന്ന് സ്വയം തീരുമാനിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂഫി സന്യാസിമാരുടെ വഴികളൊക്കെ നമുക്കൊരു തരത്തിലും പിടികിട്ടാത്ത വഴികളാണ്. ലുക്മാൻ എന്നൊരു സൂഫി ഗുരു ഉണ്ടായിരുന്നു. അയാളോടൊരു സത്യാന്വേഷിച്ച് ചോദിച്ചു, ഇത്രക്കേറെ ജ്ഞാനം താങ്കൾക്ക്, അറിവ്, ഈ ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടിയത്? താങ്കളുടെ ഗുരു ആരായിരുന്നു? ഈ സൂഫി സന്യാസി പറയുന്നു, എൻ്റെ ഗുരു ഒരു അന്ധനായിരുന്നു. അന്ധനിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അന്ധനിൽ നിന്നോ? എന്ത് പഠിച്ചു? അന്ധനിൽ നിന്ന് പഠിച്ചത് സൂക്ഷ്മതയാണ്. കണ്ണ് കാണാത്തവൻ്റെ സൂക്ഷ്മത കണ്ണുള്ളവനില്ല. സത്യമാണത്. കാണാത്തവൻ വീണു പോകാറില്ല. കാരണം അത്രയ്ക്ക് കൃത്യതയുണ്ട് അവൻ്റെ ഓരോ ചുവടുവെപ്പിനും. അത്രയ്ക്ക് സൂക്ഷ്മതയുണ്ട്, ഉള്ളിൽ അത്രയ്ക്ക് വ്യക്തതയുണ്ട്. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത് അന്ധനിൽ നിന്നാണ്. ശരിക്കും വഴി കാട്ടുന്നത് അന്ധനാണ് എന്ന് പറയുന്നൊരു ചിന്ത. ഇനി നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് നോക്കുക. നമ്മൾ കണ്ണുള്ളവർക്കാണ് പലപ്പോഴും കാഴ്ചയില്ലാത്തത്. കണ്ണില്ലാത്തവർക്ക് കാഴ്ച കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട്. ചെവി ശരിക്കും കേൾക്കാവുന്നവരാണ് ശരിക്കും കേൾക്കാത്തത്. ചെവി കേൾക്കാത്തവർ കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ചിലപ്പോൾ കണ്ണില്ലാത്തവരായിരിക്കുമല്ലോ. കണ്ണില്ലാത്ത ആളുകൾക്ക് കുറച്ചുകൂടി കൃത്യതയുണ്ട് എല്ലാത്തിനെക്കുറിച്ചും. അവർ തട്ടിത്തടഞ്ഞ് വീഴില്ല. നമ്മൾ കരുതി അവർ വീണു പോകുമെന്ന്, പക്ഷെ അവർ വീഴില്ല. അവർക്ക് കൃത്യതയുണ്ട്, എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. ഓരോ ചുവടുവെപ്പും അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടി ആയതുകൊണ്ട് അവർ വീഴില്ല. അവൾ പഠിക്കേണ്ട പാഠം ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഉള്ളിലുള്ള വെട്ടത്തിൽ ചുവട് വെക്കുമ്പോൾ ഒരു ചുവടും പാളിപ്പോകുന്ന ചുവടായി മാറില്ല. ഓരോ ചുവടിനും വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട്, ഒരു സുതാര്യതയുണ്ട്. അതിന് അർത്ഥഗാംഭീര്യം വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഉൾവെളിച്ചത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായി മാറുക. ഈ പാഠം നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാവുന്നതാണ്. ഇനി മതം എന്താണ്? ഒരു യുവ സന്യാസിയോട് മഹാനായ മറ്റൊരു സന്യാസി ചോദിക്കുന്നുണ്ട്, മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? അയാൾ മറുപടി പറഞ്ഞു, അന്യായത്തിൽ നിന്നും അകന്നിൽക്കുക. ചെറിയ രീതിയിൽ പോലും അന്യായം മതത്തിൽ വരാൻ പാടില്ല. അടുത്ത ചോദ്യം, ഒരു മതത്തെ നശിപ്പിച്ച് കളയുന്നത് എന്താണ്? അയാൾ പറഞ്ഞു, ആഗ്രഹം പെരുത്തു കഴിഞ്ഞാൽ മതം ഇല്ലാതായി പോകും. ഈ രണ്ട് കാര്യങ്ങളും മതാനുയായികൾ ഹൃദയപൂർവ്വം ധ്യാനിച്ചെടുക്കേണ്ടതാണ്. ഒന്ന്, ചെയ്യുന്ന പ്രവൃത്തിയിൽ, പറയുന്ന വാക്കിൽ അന്യായം ധാരാളമുണ്ടെങ്കിൽ അക്രമം, ചൂഷണം എല്ലാം വരും. പല മതങ്ങളിലും ചൂഷണമുണ്ടാകുന്നത് ന്യായം കണ്ണടച്ച് കഴിയുമ്പോഴും ന്യായം ചത്തൊടുങ്ങി കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ മതത്തിൻ്റെ വഴിയിലേക്ക് ആഗ്രഹം വെടിഞ്ഞു വരുന്നവർ പിന്നീട് ആർത്തിപ്പണ്ടാരങ്ങളെപ്പോലെയായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവർ ആഗ്രഹത്തെ ബലി കഴിക്കുന്നില്ല. സ്വന്തം ആഗ്രഹത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടി അവർ മറ്റുള്ളവരെ ബലി കഴിക്കുന്നു. ലേവിയുടെ കൂടെ നിന്നിരുന്ന ലേവി സുതന്മാർ ചെയ്തതുപോലെയാണ്. ദൈവത്തിന് അർപ്പിക്കാൻ വന്നത് മുപ്പല്ലി കൊണ്ട് അവർ ചുരണ്ടിയെടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ദൈവത്തിൻ്റെ കൂടാരത്തിൽ വെച്ച് അവിടെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളുമായവർ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹം കൂടിയതുകൊണ്ടാണ്. ആഗ്രഹം കൂടുന്നിടത്ത് മതത്തിൻ്റെ വിശുദ്ധി മെല്ലെ ഇറങ്ങിപ്പോകും, ഇല്ലാതായി പോകും. ഇതും ധ്യാനത്തിലേക്ക് നയിക്കേണ്ട കുറേ ചിന്തകളാണ്. എല്ലാം തരുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെക്കണം. റാബിയ എന്ന ആ മഹാവനിത, അവരൊരിക്കലിങ്ങനെ ധ്യാനിച്ച് നിൽക്കുമ്പോൾ അവരെ കാണാൻ രണ്ടുപേർ വന്നു. ഒരു അപ്പത്തിൻ്റെ ചെറിയൊരു ഭാഗം കഴിച്ചുകൊണ്ടിരിക്കണവർ. ഇനി വേറൊരു അതിഥിക്ക് ആ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അവർ വന്നപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ദൈവാനുഭവം ഉണ്ടാക്കുന്നത്? റാബിയുടെ മറുപടി പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്ങനെ എന്നുള്ളത് അപ്രത്യക്ഷമാക്കുക, പിന്നെ ദൈവം മാത്രം ഉണ്ടാവുള്ളൂ. ബുദ്ധിയുടെ ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല. ചോദ്യങ്ങൾ ദൈവത്തിന് നമുക്കിടയിലുള്ള പർദ്ദ പോലെയാണ്. പർദ്ദ എന്ന് വെച്ചാൽ ആവരണം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ല ഒരാൾ ദൈവം ഒന്നുചേരുന്നത്. ഇപ്പോൾ ദൈവത്തിലുള്ള സമർപ്പണം ചോദ്യങ്ങളിലൂടെയും ബുദ്ധിവികാസത്തിലൂടെയും മറ്റും മനസ്സിലാക്കാവുന്ന കാര്യമല്ല. അത് ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉച്ചനേരത്താണ് വന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വീട്ടിൽ നിന്നൊരു പെൺകുട്ടി വന്നിരിക്കുന്നു. അവളുടെ യജമാനത്തി കൊടുത്ത അപ്പവുമായിട്ട്.
8 അപ്പങ്ങളുണ്ട്. റാബിയ ഒരു ചെറു ചിരിയോടുകൂടി അവളോട് ചോദിക്കുന്നു, മകളെ, നിൻ്റെ യജമാനത്തി 10 അപ്പങ്ങളിൽ തന്നത്, നീ 8 തന്നുള്ളൂ. അവൾ പറഞ്ഞു, 2 ഞാൻ എൻ്റെ രോഗമില്ലാത്ത അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ കേട്ടുന്ന ഈ അന്വേഷികൾക്ക് അത്ഭുതമാണ്. അവർ ചോദിച്ചു, 10 അപ്പമാണ് കൊടുത്തു വിട്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? റാബിയ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം പൂർണ്ണമായിട്ടെല്ലാം നൽകും. വിശക്കുന്ന നിങ്ങൾക്ക് ഭക്ഷണം വേണം, ഭക്ഷണം തരണമേ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം 10 അപ്പം ഞാൻ ചോദിച്ചപ്പോൾ 8 തരില്ല, 8 പകരം 10 തന്നെ തരുന്നയാളാണ് ദൈവം. അതുകൊണ്ടാണ് 10 തന്നെ തരുമെന്ന് ഞാൻ ഉറപ്പിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. ആധുനിക ലോകത്തിൽ മദർ തെരേസ വെള്ളം തിളപ്പിച്ചിട്ടിട്ട് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും അരിയുമായിട്ട് വരും തൻ്റെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഏകാനായിട്ട് എന്ന് വിശ്വസിക്കുന്ന ആ കാഴ്ച. ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള സിസ്റ്റേഴ്സിന് ഭയങ്കര ആശങ്കയാണ്, ആര് അരി കൊണ്ടുവന്ന് വരും? പക്ഷെ തിളച്ചു മറിയുന്ന വെള്ളം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു ചാക്ക് അരിയുമായിട്ടൊരാൾ വരുന്നുണ്ട്. മദർ പറയുന്നു, ദൈവം പറഞ്ഞു വിട്ട ആൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സാധാരണ ജീവിതത്തിൽ ഈ അനുദിന ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതകളിൽ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റാറുണ്ടോ? ഈ വലിയ പുസ്തകങ്ങളുടെ ഫിലോസഫിയുടെ തലങ്ങളിലേക്കല്ല നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടത്. ഫിലോസഫിയിൽ ചരിച്ചതിന് ശേഷം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരണം. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കി ദൈവം തരും എന്ന് ഉറച്ച് വിശ്വസിക്കാൻ പറ്റാറുണ്ടോ? അത് പറ്റുന്നില്ലെങ്കിൽ സുഹൃത്തെ, ഉലഞ്ഞ വിശ്വാസമാണ് നമ്മുടേത്. ഉടയുന്ന മൺകുടം മാത്രമാണ് നമ്മൾ. അത് മനസ്സിലാക്കുക. കുറച്ചുകൂടി തീവ്രതരമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കുക. ഒരു അപ്പം ഉണ്ടാക്കുന്ന ആളുണ്ടായിരുന്നു. മറ്റൊരു കഥയാണ്. അയാൾ വളരെ ശ്രദ്ധയോടുകൂടി അപ്പം ഉണ്ടാക്കിയ ആളുകൾ കൊടുക്കുക. ആ അപ്പത്തിന് ഇതുവരെ ആളുകൾക്ക് അനുഭവിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ അപ്പം കഴിക്കാൻ വരും. ഇയാളെല്ലാവരെയും സ്നേഹത്തോടെ മാന്യതയോടുകൂടി സ്വീകരിക്കും. എന്നിട്ട് വളരെ നിസ്സാര വിലയ്ക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇയാളുടെ ചെറിയ കടയ്ക്ക് തൊട്ടടുത്തായിട്ടൊരു പള്ളി പണി ആരംഭിച്ചു. പള്ളി പണിയാൻ വേണ്ടി ജോലിയെടുക്കുന്നവരും അത് നോക്കാൻ വന്നവരൊക്കെ ഇയാളുടെ അപ്പം കഴിച്ചു. എല്ലാവർക്കും തൃപ്തിയാണ്. പള്ളി പണി പൂർത്തിയായി. അതിൻ്റെ ഉദ്ഘാടന ദിവസം പ്രധാന പ്രഭാഷണം നടത്തേണ്ട ആൾ വന്നില്ല. അതിന് പകരമായി അയാളൊരു കുറിപ്പ് കൊടുത്തുവിട്ടു. ആ കുറിപ്പിലിങ്ങനെ പറഞ്ഞിരുന്നു, പ്രഭാഷണം നടത്തേണ്ട ഞാനല്ല, പള്ളിക്കടുത്തൊരു അപ്പക്കാരനുണ്ട്, അയാളാണ് നടത്തേണ്ടതെന്ന് ദൈവം എനിക്ക് അരുളപ്പാട് തന്നിരിക്കുന്നു. അത്ഭുതത്തോടു കൂടി അപ്പക്കാരനെ അവർ പ്രഭാഷണത്തിന് വിളിച്ചു. അയാൾ പ്രസംഗിച്ചു തുടങ്ങി. ഇതുവരെ കേൾക്കാത്ത ജ്ഞാനത്തിൻ്റെ മഹാപ്രവാഹം പോലെ ഒരു പ്രസംഗം. അയാൾ പല തരത്തിലാണ് സംസാരിച്ചത്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ, ഒരല്പം കൂടി ഉയർന്ന തട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ, അതിനേക്കാൾ ഉയരത്തിൽ മനസ്സിലാകുന്നവർക്ക് വേണ്ടി, അതിലും ഏറ്റവും ഉയരത്തിലുള്ള കുറച്ച് പേർക്ക് വേണ്ടി, എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ സുൽത്താനൊക്കെ ചോദിക്കുന്നു, നിങ്ങൾക്കിത് എങ്ങനെ സാധിച്ചു ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ? അയാൾ പറയുന്നു, ദൈവം എന്നോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു, ദൈവം ചാർജ് ഏറ്റെടുത്തു, ദൈവം പ്രസംഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ പറ്റി? അയാൾ പറയുന്നു, ദൈവത്തെ കണ്ടെത്താൻ പറ്റിയത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ആ ജോലി ചെയ്തു, പൂർണ്ണ സ്നേഹത്തോടെ ഭക്തിയോടുകൂടി ആ കർമ്മം അനുഷ്ഠിച്ചു. ആരിൽ നിന്നും അമിതമായ പണം ഈടാക്കിയില്ല. അവിടെ ഞാൻ അന്യായം പ്രവർത്തിച്ചില്ല. സന്തോഷത്തോടെ ഞാൻ ചെയ്തു. അതുതന്നെ. അങ്ങനെ അയാളുടെ കർമ്മം ആരാധനയാക്കി മാറ്റി. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എല്ലാം ഇതിൽ ഉൾച്ചേരണം. അതല്ല എങ്കിൽ വെറുതെ അധര വ്യായാമമാക്കി ഈ പ്രസംഗത്തെ ഞാൻ മാറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം മുഴുവൻ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഒഴുകിയിറങ്ങി വരുമ്പോൾ ആ ഭക്ഷണത്തിന് ദൈവികമായ ഒരു സാന്നിധ്യത്തിൻ്റെ സുഗന്ധം ഉണ്ടാവും, രുചിയുണ്ടാവും. ഇതൊക്കെ സത്യങ്ങളാണ്. ശാസ്ത്രവും ഇത് സത്യമെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ കർമ്മത്തെയും ആരാധനയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇതും വരുന്നത് ദൈവവുമായിട്ട് പൂർണ്ണമായിട്ട് ഒന്നു ചേരുന്നതിൽ നിന്നാണ്. ആ പൂർണ്ണമായ ഒന്നുചേരൽ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി മാറുകയുള്ളൂ. അവസാനമായിട്ട് ഫന
എന്ന് പറയുന്ന ഒരു ടേം സൂഫി സന്യാസിമാരുടെ ഇടയിലുണ്ട്. ഫന എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിന് അവർ ഉപയോഗിക്കുന്ന പദമാണ്. അതായത് ആത്മാവിൻ്റെ എരിഞ്ഞടങ്ങൽ എന്ന് അവർ അർത്ഥമാക്കുന്നു. എന്താണ് ഈ എരിഞ്ഞടങ്ങൽ എന്നൊരു ചോദ്യം, അതിനുത്തരമായിട്ട് ഒരു കഥയാണ് പറയുന്നത്. മെഴുതിരി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ചെറു കിളികൾ അവയിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഈ വെളിച്ചം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഒന്നാമൻ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നല്ല ചൂടുണ്ട്, തിരിച്ചു വന്നു. രണ്ടാമൻ അടുത്തേക്ക് ചെന്നു, ചിറക് കരിഞ്ഞുപോയി. മൂന്നാമത്തെ ആൾ പോയി മടങ്ങി വന്നതേയില്ല. ആ വെട്ടത്തിൽ എരിഞ്ഞ് എരിഞ്ഞ് കരിഞ്ഞ് ഇല്ലാതായി. ഫന അത് തന്നെയാണ്. ദൈവവുമായിട്ട് ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹപ്രവാഹത്തിൽ അലിഞ്ഞു ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയിൽ ഒന്നു ചേർന്ന് ഇല്ലാതാകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലാണ് ഒരാൾ മിസ്റ്റിക്കായി മാറുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സ്വപ്നമായിരിക്കാം നമുക്ക്. എങ്കിലും ഓരോ ചുവടിലും ദൈവത്തെ ഒന്ന് ധ്യാനിച്ചു നോക്കുക. ഓരോ വാക്കിലും ദൈവത്തിൻ്റെ സ്വരം ഉൾച്ചേർക്കാൻ ശ്രമിച്ചു നോക്കുക. ഓരോ പ്രവൃത്തിയിലും ദൈവത്തിനോട് പ്രവർത്തിക്കാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചുവടുകൾക്കും പ്രദക്ഷിണ വഴികളുടെ വിശുദ്ധി ഉണ്ടാവും. അതിന് സാധിക്കട്ടെ എന്ന് വീണ്ടും ആശിക്കുകയാണ്. ശുഭയാത്ര ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി.